എല്ലാ കാര്യത്തിലും ഭാര്യയെ നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തണം, ഭാര്യയെ നിങ്ങൾ ആശ്രയിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തിന്? തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ആ കുഞ്ഞിന് നിശ്ചിത കാലത്തിന് ശേഷം മുല കൊടുക്കുന്നതിന് ആ ഭാര്യ എങ്ങാനും വേതനം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കൽ ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന മതാണ് പരിശുദ്ധമായ ഇസ്ലാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിക്കണം. അവിടുന്ന് പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി അവിടുന്ന് കുന്നിന്റെ മുകളിലോട്ട് പോയി വിറക് കെട്ട് തലയിലേറ്റി കൊണ്ടുവന്ന പ്രവാചകന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം. തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വീട്ടുകാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്ത പ്രവാചകനാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം വസ്ത്രങ്ങൾ സ്വന്തം കൈകൊണ്ട് തന്നെ നെയ്തെടുത്തുകൊണ്ട് ധരിച്ച പ്രവാചകന്റെ കഥ പറയുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. അങ്ങനെയുള്ളിടത്ത് എവിടെയാണ് ഭാര്യ എന്ന് പറയുന്നത്? പുരുഷന്റെ കാൽ കീഴിൽ തന്നെ നിൽക്കണം. എല്ലാ കാര്യത്തിനും പുരുഷൻ ഭാര്യയെ തന്നെ ആശ്രയിക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ? ഇല്ല. അത് മാത്രല്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരാൾ വിവാഹം ചെയ്താൽ ഒരു ഭർത്താവിന് ഭാര്യയുടെ മേൽ 10 കാര്യങ്ങൾ നിർബന്ധമാണ്. ആ 10 കാര്യങ്ങൾ ഭാര്യയ്ക്ക് വകവെച്ചു കൊടുക്കുക എന്ന് പറയുന്ന നിർബന്ധമാണ്. ഒന്നവളുടെ ത്വആമാണ്, ഭക്ഷണമാണ്. ഭക്ഷണം തന്നെ ഏത് രൂപത്തിലാണ്? ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അവൾ കല്യാണം